അത് കേട്ടതൊക്കെയാണ്. സ്റ്റാർട്ട് ചെയ്യണേ. ക്വാർട്ടൽ ഡീവിയേഷൻ. ഇഫ് ദ എൻറ്റയർ ഡാറ്റ ഡിവൈഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. നമ്മൾ നേരത്തെ ഒരു സെക്ഷനിൽ പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ഡാറ്റ നമ്മൾ 4 ഈക്വൽ പാർട്സ് ഡിവൈഡ് ഈച്ച് വിത്ത് 25% ഓഫ് ദ വാല്യൂ. ഓരോന്നും 100 അസ്യൂം ചെയ്തിട്ട് 25. 25 4 അല്ലേ 100. അപ്പോൾ അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഓരോന്നും 25%. വി ഒബ്റ്റെയിൻ ദ വാല്യൂസ് ഓഫ് ക്വാർട്ടൈൽ ആൻഡ് മീഡിയൻ. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഓഫ് ക്വാർട്ടൈൽ മീഡിയൻ നമ്മൾ കണ്ടെത്തും. അപ്പർ ആൻഡ് ലോവർ ക്വാർട്ടൈൽ, അതായത് Q1 ആൻഡ് Q3 ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. അപ്പോൾ അപ്പർ ആൻഡ് ലോവർ ക്വാർട്ടൈൽ ഉണ്ട്. അപ്പോൾ അത് Q1 Q3 ആണ് നമുക്കറിയാം. അത് നമ്മൾ യൂസ് ചെയ്യും ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണുന്ന ഇക്വേഷൻ കണ്ടോ, അതൊക്കെ എഴുതി വെച്ചോണം. Q3 മൈനസ് Q1. ഓക്കെ, ഹാഫ് ഓഫ് ദ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണാൻ പറയും. അതിന് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഹാഫ് ഓഫ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിന് വിളിക്കുന്ന പേരാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇക്വേഷൻ കണ്ടോ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, പിന്നെ എഴുതാതെ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആർ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷനും ഇന്റർ ക്വാർട്ടൈൽ ഡീവിയേഷനും അബ്സല്യൂട്ട് മെഷേഴ്സ്, ഡിസ്പെർഷൻ്റെ അബ്സല്യൂട്ട് മെഷേഴ്സ് പൂർണ്ണമായും നമുക്ക് ആൻസർ ലഭ്യമാകുന്ന പറയാം. ദ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് കോഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. അപ്പോൾ റിലേറ്റീവ് മെഷേഴ്സ് പറയുന്നുണ്ട്. കോഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. ഓക്കെ ആണോ? ഇപ്പോൾ അവിടെ കണ്ട അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വെച്ചാൽ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കാര്യം പറയുന്നത്. അൺഗ്രൂപ്പ്ഡ് ആണ്, ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അറേഞ്ച് ചെയ്ത ഡാറ്റ അസെൻഡിങ് ഓർഡർ അറിയാലോ. അസെൻഡിങ് ഓർഡർ ചെറുതിന് വല്ലോട്ട് എഴുതണം. Q1 കണ്ടുപിടിക്കണം. സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4 തൈറ്റ് എന്നറിയാം. 4 ഡിവിഷൻ ആയിട്ട് 4 ആണ്. Q3 കാണാൻ പറയും. സൈസ് ഓഫ് 3 × n+1 ഡിവൈഡ് ബൈ 4 തൈറ്റ്. ക്വാർട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. ഇന്റർ ക്വാർട്ടൽ റേഞ്ച് Q3 മൈനസ് Q1. കോഷ്യന്റ് ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. ആദ്യം കൊണ്ടോ ക്വാർട്ടൽ ഡീവിയേഷൻ ആൻഡ് കോഷ്യന്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ മാർക്ക് വന്നിട്ടുണ്ട്. 20, 28, 40 വന്നിട്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് അസെൻഡിങ് ഓർഡർ എഴുതി, ചെറുതിന്ന് വലുതോട്ട് എഴുതി. 12, 15, 20 അല്ലേ. Q1 ഉണ്ട്. സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4 ഐറ്റം നമുക്കറിയാം 7, 7 + 1 8, 8 ഡിവൈഡ് ബൈ 4 സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അടുത്ത Q3 സൈസ് ഓഫ് 3 × n+1 ഡിവൈഡ് ബൈ 4 ഐറ്റം. അപ്പോൾ 3, 7 + 1 8 ഡിവൈഡ് ബൈ 4 അല്ലേ. അപ്പോൾ നമുക്കറിയാം 7 + 1 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 ഡിവൈഡ് ബൈ 4 2 വരും. 2 × 3 ആറാമത്തെ ഐറ്റം എന്ന് അവിടെ 40 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ Q3 അവിടെ 40 കിട്ടും. അടുത്ത ക്വാർട്ടൽ ഡീവിയേഷൻ കാണാനില്ല. Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി Q3 40, Q1 15 അല്ലേ, ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്കറിയാം 40 ന് 15 കുറയ്ക്കും 25 ഡിവൈഡ് ബൈ 2 12.5. കോഷ്യന്റ് ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻ പറയുന്നത് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. അപ്പോൾ 40 മൈനസ് 15 ഡിവൈഡ് ബൈ 40 പ്ലസ് 15 ഈക്വൽ ടു 25/55 വരും. 0.455 വരും അല്ലേ. അപ്പോൾ നോട്ട് ചെയ്യാൻ പറയുന്നത് Q3 മൈനസ് Q1 ഈസ് കാൾഡ് ഇന്റർ ക്വാർട്ടൽ റേഞ്ച് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത് അല്ലേ. Q3ക്ക് ഓക്കെ. അടുത്ത പ്രോബ്ലം 4 ചെയ്യണം. ഓക്കെ, ഡിസ്ക്രീറ്റ് പിന്നെ പറയാം. 10 നോക്കി. ഓക്കെ ആണല്ലോ. ശരി.